Hi everyone, welcome to day 14 of our Abundance Money Abundance Challenge. അപ്പോൾ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഷീജ ആൻഡ് ഞാൻ അനീറ്റയാണ്. ആൻഡ് വി ആർ ബോത്ത് ലൈഫ് കോച്ചസ് ആൻഡ് ലോ ഓഫ് അട്രാക്ഷൻ കോച്ചസ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഡ്രീം ലൈഫിലേക്ക് എത്താൻ സപ്പോർട്ട് ചെയ്യാനാണ് ഞങ്ങൾ ഈ ഒരു ജേർണി തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഒന്ന് കാണുമ്പോൾ ഐ എം സോ പ്രൗഡ് ഓഫ് യു. കാര്യം എന്താണ്? 14 ദിവസത്തിലേക്ക് നിങ്ങൾ എത്തിയേക്കാണ്. ചെറിയ കാര്യമാണ്, ഒട്ടും ചെറിയൊരു കാര്യമല്ല. അത്രയും മെജോറിറ്റി ആൾക്കാരുടെയും പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ഈ ജനുവരി 1-ാം തീയതി ആകുമ്പോഴേ എല്ലാരും ജിമ്മിൽ പോകും. നമ്മളും കുറെ പോയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു കുറച്ച് ദിവസം ഭയങ്കര അടിപൊളിയായിട്ടൊക്കെ പോകും. ഒരു കുറച്ച് ദിവസം പോയി കഴിയുമ്പോൾ നമ്മളുടെ ഇൻട്രസ്റ്റ് പോകും. അപ്പൊ നിങ്ങളെല്ലാ ആൾക്കാരും ഇത്രയും ഇൻട്രസ്റ്റഡ് ആയിട്ട് ഇത്രയും ദിവസം കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്തെങ്കിൽ കൺഗ്രാറ്റ്സ്. ചെറിയൊരു കാര്യമല്ല കേട്ടോ. ആ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം നിങ്ങളെല്ലാവരും അഭിനന്ദിക്കുകയാണ്. കാര്യം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഒരു 66 ദിവസം ചെയ്യുമ്പോഴാണ് അത് നമ്മുടെ ലൈഫിന്റെ ഭാഗമായിട്ട് മാറുന്നത്. ഇപ്പം ഞാൻ എൻ്റെ ക്ലാസ്സുകളൊക്കെ തുടങ്ങിയ കാലം തൊട്ടേ ഫസ്റ്റ് ഞാൻ എൻ്റെ ബാച്ച് തുടങ്ങിയത് റൈസ് ആൻഡ് ഷൈൻ എന്ന് പറഞ്ഞിട്ടൊരു ക്ലാസ്സാണ് ഞാൻ തുടങ്ങിയത്. അപ്പോൾ ഈ ഒരു ക്ലാസ് 5,000 റുപ്പീസിനാണ് ഞാനൊരു എന്നായിരുന്നു അത് I think we started in 2022 മെയ് 19. അപ്പൊ ഈ ഒരു ക്ലാസ് തുടങ്ങിയപ്പോഴും അന്നിങ്ങനെ കോവിഡൊക്കെ വെച്ചിട്ട് ഫീസ് അടയ്ക്കാനായിട്ടൊക്കെ കാശില്ല, ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്ന ഒത്തിരി ആൾക്കാരാണ് അന്ന് ക്ലാസ് കഴിപ്പിച്ചത്. അവരുടെ ലോൺ അടയ്ക്കാൻ പറ്റില്ല, EMI അടയ്ക്കാൻ പറ്റണില്ല, ജോലിക്ക് പോകാൻ പറ്റണില്ല. അങ്ങനെ ഒത്തിരി സ്ട്രഗ്ലിംഗ് ഫേസ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരെയാണ് ഞാൻ അന്ന് പഠിപ്പിക്കാനായിട്ട് തീരുമാനിച്ചത്. അപ്പൊ ഈ ഒരു തീരുമാനം എടുത്ത് ആദ്യത്തെ ബാച്ചിൽ ഒരു 25 പേരെയാണ് ഞാൻ വളരെ ലിമിറ്റഡ് സീറ്റ്സ് വെച്ചിട്ട് ഒരു പേഴ്സണൽ അറ്റൻഷൻ കൊടുക്കാൻ വളരെ കുറച്ച് പേരെ എടുത്തിട്ടാണ് ഞാൻ തുടങ്ങിയത്. ഒരു 25 ആൾക്കാരുമായിട്ടാണ് ആദ്യത്തെ ബാച്ചിൽ വർക്ക് ചെയ്തത്. ഈ ഒരു ബാച്ചിൽ വന്ന ആൾക്കാരെല്ലാവരും ഒത്തിരി പ്രതിസന്ധിയിലും പ്രശ്നത്തിലൊക്കെ. എനിക്ക് തോന്നുന്നു 5,000 റുപ്പീസ് തരാൻ തന്നെ അവരൊന്ന് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു. 2 പ്രാവശ്യമൊക്കെ ആയിട്ട് തന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഈ എൻ്റെ ക്ലാസ്സിൽ വന്ന് 21 ഡേയ്സ് അവർ ആ ഒരു സിസ്റ്റത്തിൽ നിന്ന് കഴിഞ്ഞപ്പോൾ എവറി ഡേ 5 മണിക്ക് എണീക്കുന്നു, അവർ എൻ്റെ കൂടെ 1 hour പഠിക്കുന്നു. അവരുടെ ലൈഫിൽ വന്ന വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും സ്ട്രക്ക് ആയിട്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് അവർ ഫ്രീ ഫ്ലോയിലേക്ക് പോകാൻ തുടങ്ങി, ലൈഫ് മാറാൻ തുടങ്ങി, ചലഞ്ചസ് എടുക്കാൻ തുടങ്ങി. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, രാജേഷ് എന്ന് പറയുന്നത് എൻ്റെ ആദ്യത്തെ ബാച്ചിൽ വന്ന ആളാണ്. നിങ്ങളിപ്പോൾ എൻ്റെ 1 year കമ്മ്യൂണിറ്റിയിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴും ആ ക്ലാസ് ഒക്കെ പഠിക്കാൻ, കാരണം ഞാൻ ഒറ്റ ക്ലാസ് പോലും കളഞ്ഞിട്ടില്ല അല്ലേ. ഞങ്ങളുടെ എമറാൾഡ് മെമ്പർഷിപ്പിൽ ജോയിൻ എവറി ക്ലാസ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടണം, എല്ലാം നിങ്ങൾക്ക് കിട്ടുക. അപ്പൊ ഈ ഓരോ ക്ലാസ്സും നമ്മൾ അത്രയും എഫേർട്ട് ഇട്ടൊക്കെ ചെയ്യണോണ്ട് ഒരു ക്ലാസ് പോലും ഞാൻ ഒരിക്കൽ പോലും എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് ഇപ്പൊ ഡയമണ്ടിലൊക്കെ വരുമ്പോൾ കഴിഞ്ഞ 4 വർഷം എടുത്ത എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യും. നമ്മൾ ഏത് പ്രോഗ്രാംസ് ഉണ്ടാക്കി. വേറൊരു പ്രത്യേകതയുണ്ട്, നിങ്ങൾ ഈ ലൈഫ് കോച്ച് എന്ന് പറയുമ്പോൾ പല ആൾക്കാർക്ക് എന്താണ് ഒരു ലൈഫ് കോച്ച് ചെയ്യണത് എന്ന് അറിയില്ലാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ ഞങ്ങളുടെ അടുത്ത് നിങ്ങൾ വരുമ്പോൾ ഒരു വ്യത്യാസം വരുന്നത്, എല്ലാ ആൾക്കാരും പറയും മമ്മിയുടെ ക്ലാസ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മമ്മിയുടെ അനുഭവങ്ങളാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഒരു ലൈഫ് കോച്ചൊക്കെ ആവുന്നേക്കാൾ മുമ്പ് ഒരു 33 വർഷത്തെ ബിസിനസ് എക്സ്പീരിയൻസും ഒരു സ്ക്രാച്ചിൽ നിന്ന് ഇന്ന് എൻ്റെ മമ്മി ഇത്രയും ഫൈനാൻഷ്യൽ ഫ്രീഡത്തിൽ ജീവിക്കുന്ന ഒരു ലെവലിലേക്ക് മാറിയത് കുറേ കഷ്ടപ്പാടുകൾ ലൈഫിൽ വന്നിട്ടുണ്ട്. അപ്പൊ ആ സ്ട്രഗിൾസും ലൈഫിൽ എങ്ങനെ ശരിക്കും ഫൈനാൻഷ്യൽ ഫ്രീഡം എത്തണം എന്ന് പലപ്പോഴും നമ്മൾ വളർന്നു വരുന്ന വീടുകളിൽ നമ്മുടെ അച്ഛനും അമ്മേനെയും ആ ഒരു പരിസരത്തുള്ള ആൾക്കാരെ കണ്ടാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ നിങ്ങൾ നമ്മുടെ ലൈഫ് എടുത്ത് നിങ്ങൾ ഓരോരുത്തരും ജീവിതം നോക്കിക്കഴിഞ്ഞാൽ അവരെന്താണോ ചെയ്തത് അത് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇങ്ങനത്തെ ഉള്ള ഇൻഫർമേഷൻ ഒന്നും നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം നമ്മളെ പഠിപ്പിക്കുന്നില്ല. സത്യം പറഞ്ഞാൽ എങ്ങനെ പണത്തിനെ നമ്മൾ മാനേജ് ചെയ്യണം, പണത്തിനെ എങ്ങനെ ഗ്രോ ചെയ്യണം, ഇങ്ങനെ ഒരു കരിക്കുലം പോലും ഇല്ല. അപ്പൊ നമ്മൾ ഇങ്ങനത്തെ ഒരു നോളേജ് കൊടുക്കാനാണ് ഇപ്പൊ ലൈഫ് കോച്ച് ഷീജ എന്ന് പറയുന്നത്. നിങ്ങൾ ഈ കാണുന്ന ലോ ഓഫ് അട്രാക്ഷൻ മാനിഫെസ്റ്റേഷൻ മാത്രമല്ല, നമ്മളുടെ ജീവിതത്തിന് എങ്ങനെ മാനേജ് ചെയ്യണം, ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഗ്രോത്തിലേക്ക് എങ്ങനെ എത്താൻ പറ്റും, അത് ഏത് പ്രായത്തിൽ നിൽക്കുന്ന ഒരാളാവട്ടെ. നമ്മുടെ ലൈഫിൽ അനുഭവങ്ങൾ എന്ന് പറയുന്നത് ചിലപ്പോൾ ഞാൻ എൻ്റെ 20കളിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യം ചിലപ്പോൾ ചില ആൾക്കാർ 30s-ലായിരിക്കും, ചില 60 വയസ്സിലായിരിക്കും. എന്റെ ക്ലാസ്സിലൊക്കെ 68 വയസ്സിലൊക്കെ വന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവര് പറയും, എന്റെ മാമിനെ ഒരു കുറെ വർഷങ്ങൾക്ക് മുമ്പ് എന്നെ കിട്ടിയെങ്കിൽ ഞാൻ എന്റെ ജീവിതം എത്ര ഈ ഒരു വോയിസ് അല്ലെങ്കിൽ ഈ ഒരു കാര്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്ന എന്റെ കൈയെണ്ണമല്ല, അത്ര ആൾക്കാർ, ന്യൂമറസ് പീപ്പിൾ ടെൽ ദിസ്. ഈ ഒരു കാര്യം എന്റെ കല്യാണത്തിന് മുമ്പ് മാമിനെ അറിഞ്ഞെങ്കിൽ എന്റെ ജീവിതത്തിൽ എത്ര വ്യത്യാസം കൊണ്ടുവരാൻ പറ്റുമെന്ന് പറയണ അത്ര ആളുകളുണ്ട്. അപ്പൊ ഈ ക്ലാസ്സസിലൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് ഞാൻ പറയാം, നമ്മളെല്ലാവരും ലൈബ്രറിയാണ്. അപ്പോൾ എൻ്റെ മമ്മിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത്രയും ഇൻഫർമേഷൻ, നോളേജ്, ആ സക്സസ് മാത്രമല്ല, ആ ചെയ്ത ഫെയിലിയേഴ്സ് പോലും നിങ്ങൾക്ക് തുറന്നു പറയുമ്പോൾ നമുക്ക് ആ സെയിം മിസ്റ്റേക്ക് ക്രിയേറ്റ് ചെയ്യാതെ നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് എങ്ങനെ മുന്നോട്ട് പോകാനാണ് ആ ഒരു സപ്പോർട്ട് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് ഈ ഒരു മിഷൻ
ഏറ്റവും നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത് ആ ഒറ്റ കാരണം കൊണ്ടാണ്. ഇപ്പൊ ഞാനും ഈ ഒരു മിഷന്റെ ഭാഗമാവാൻ കാരണം എന്ന് പറയുന്നത് അമ്മയും മോളായിട്ട് ഞങ്ങൾ ചെയ്യുമ്പോൾ ഇതൊരു ഫാമിലി ആയിട്ടാണ് ഞങ്ങൾ ഇമ്പാക്ട് ചെയ്യുന്നത്. കാര്യം ഫാമിലിയുടെ ഒരു പ്രത്യേകത എന്താണ്, നമ്മളെല്ലാവരും ജീവിക്കുന്ന ഒരു കുടുംബത്തിൽ നിന്നാണ് നമ്മൾ വരുന്നത്. അപ്പൊ നമ്മൾ ഒരാൾ മാറുമ്പോൾ എൻറ്റയർ ഫാമിലിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ക്ലാസ്സസ് കൊണ്ടുപോകുന്നത്. കാര്യം ഒരാൾ മാറുമ്പോൾ നമുക്ക് ആ എൻറ്റയർ ഫാമിലിയിൽ ഹസ്ബൻഡ് ആവാം, വൈഫ് ആവാം, കുട്ടികളും. കാര്യം നമ്മൾ മാറുമ്പോഴല്ല നമ്മുടെ ഒരു ചേഞ്ച് കണ്ടിട്ട് അവർക്കും മാറണമെന്ന് തോന്നുന്നത്. ശരിയാണ്. ഞാൻ എന്തുകൊണ്ടാണ് ഇത് പറയണെന്ന് പറഞ്ഞാല്, ഇപ്പൊ എന്റെ 2 മക്കളും, എന്റെ മൂത്ത മോൻ ഇപ്പൊ ഒരു 28 വയസ്സിലേക്കായി, എന്റെ മോളിപ്പോ 25-ലാണ്. അപ്പൊ ഈ 2 കുട്ടികളെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു ഏജിൽ തന്നെ അവര് സത്യത്തില് അവരുടെ സ്വന്തം കാലിൽ നിൽക്കാനും അത്യാവശ്യം എനിക്ക് തോന്നുന്നു ഒരു 7 ഫിഗർ ഇൻകം രണ്ടുപേരും ഏൺ ചെയ്യാനുണ്ടല്ലേ. അപ്പൊ ഒരു 7 ഫിഗർ ഇൻകം അവർ ഏൺ ചെയ്യണ ലെവലിലേക്ക് അവർ രണ്ടുപേരും മൂവ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞതെന്താ വെച്ച് കഴിഞ്ഞാല്, ഇന്ന് പല മനുഷ്യരും വർഷങ്ങൾ നല്ല എക്സ്പീരിയൻസ് ഉണ്ട്, പല പല കാര്യങ്ങൾ ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. പക്ഷെ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെ ചെയ്തുകൊണ്ട് പോവുകയും ഒത്തിരി എക്സ്പെൻസുകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വരുത്തി മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന ലെവലിലാണ് എല്ലാവരും ചെയ്യണേ. അതിൽ നിന്ന് മാറിയിട്ട് എൻ്റെ ലൈഫിനെ എങ്ങനെ ജീവിക്കണം, എൻ്റെ ജീവിതം എൻ്റെ ഒരു തീരുമാനമാണ്, ഞാനാണ് എൻ്റെ ലൈഫ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നുള്ളൊരു ബോധ്യം പോലും ഇല്ലാതെയാണ് ആളുകൾ ജീവിക്കുന്നത്. കാര്യം എന്തുകൊണ്ടാണ് ഞാൻ ഇത്രയും ഉറപ്പായിട്ട് പറഞ്ഞതറിയോ, 19 വയസ്സിൽ ഞാൻ എൻ്റെ ബിസിനസ് തുടങ്ങിയതാണ്. അന്നോട്ട് ഇന്ന് വരെ ബേസ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഒരു കല്യാണത്തിന് പോലും എനിക്ക്, എൻ്റെ ഒരു കല്യാണം നടത്താൻ പോലും എനിക്ക് എൻ്റെ മാതാപിതാക്കളെ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല. ഇപ്പം നിങ്ങൾ എൻ്റെ വീടിൻ്റെ മുമ്പിലാണ് നിൽക്കണേ. ഇപ്പം എൻ്റെ എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട് ചെയ്യാനും ഇത്രയും വർഷം എൻ്റെ മാതാപിതാക്കൾക്ക്, എൻ്റെ മക്കൾക്കൊക്കെ അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാം കൊടുക്കാനായിട്ടുള്ള കേപ്പബിലിറ്റി എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ ഏത് പെണ്ണിനും ഏത് പുരുഷനും ഇതെല്ലാം സാധ്യമാണ്. പക്ഷെ അതിനു വേണ്ടിയിട്ട് എന്താ വേണ്ടേ? അതിനൊരു ഡിസിപ്ലിൻ വേണം, അതിനൊരു പ്ലാനിങ് വേണം, അതിന് എക്സ്പെൻസിലേക്ക് പോകണതിന് മുമ്പ് സേവിങ്ങിലേക്ക് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റിലേക്ക് മൂവ് ഔട്ട് ചെയ്യണം. അപ്പൊ ഇങ്ങനെയുള്ളൊരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഫ്രെയിം വർക്കാണ് നമ്മളുടെ ക്ലാസ്സുകളിൽ നമ്മൾ രൂപപ്പെടുത്തിയേക്കണേ. അപ്പം നിങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ ഒരു കോവിഡ് പാൻഡമിക്കിൽ വന്നപ്പോൾ തന്നെ എൻ്റെ ഒരു മാസ വരുമാനം 69,000 രൂപ മാസം എന്നുള്ള ലെവലിലേക്ക് ലക്ഷക്കണക്കിന് വരുമാനം കിട്ടിക്കൊണ്ടിരുന്ന ഞാൻ അത്രയും ചെറിയൊരു വരുമാനത്തിലേക്ക് കുറച്ച് സാഹചര്യങ്ങളുടെ കാര്യങ്ങൾ കാരണം വന്നു. അപ്പോൾ ഈ ഒരു 69,000 വന്ന സമയത്ത് ഞാൻ എന്താ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് എന്നിൽ നല്ല വിശ്വാസം ഉള്ളതുകൊണ്ടും എൻ്റെ കേപ്പബിലിറ്റീസിനെ പറ്റി നല്ല ബോധ്യം ഉള്ളതുകൊണ്ട് ഞാൻ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ അന്ന് തന്നെ പുതിയ പ്ലാനുകൾ ഉണ്ടാക്കാനും എൻ്റെ ആ ഒരു സമയത്തെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം, എൻ്റെ മക്കളെ എങ്ങനെ ഏറ്റവും നല്ല രീതിയിലേക്ക് ബിൽഡ് ചെയ്യാം, എങ്ങനെ ഇൻകം ഈ ഒരു ഫാമിലിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാം എന്നുള്ള ഒരാശയമാണ് നോക്കിയത് ഇല്ലേ. ഇന്ന് തിരിഞ്ഞു നോക്കിയാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമെന്ന് അറിയില്ല, ഈ ഒരു 3 to 4 ഇയേഴ്സിൽ ഞങ്ങളുടെ ഈ ഒരു വീട്ടിലുള്ള ഓരോ ആൾക്കാരുടെ ഇൻകത്തെ അത്രയും ഒരു 10x ഗ്രോ ചെയ്യിക്കാൻ, കുടുംബത്തിൽ വീണ്ടും ആ ഒരു ഐശ്വര്യവും സമൃദ്ധിയൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ എല്ലാവർക്കും പറ്റിയിട്ടുണ്ട്, ഒരാൾക്കല്ല. അതെ, ഈച്ച് ആൻഡ് എവറി പേഴ്സൺ കേപ്പബിൾ ആയ ഞങ്ങൾക്ക് എന്താണോ ഇഷ്ടം അത് തിരിച്ചറിഞ്ഞ് അതിലേറ്റവും മനോഹരമായിട്ട് ഓരോ ദിവസം മുന്നോട്ട് പോകാനാണ് ആക്ച്വലി ഈ ഒരു ജേർണി ഞങ്ങൾക്കും. ഇപ്പൊ മമ്മി ഒരു കോച്ചായപ്പോ ഞാനും ചേട്ടനും മിണ്ടുമ്പോ എപ്പോഴും പറയുന്ന കാര്യമാണ്, ഞങ്ങൾ കിട്ടിയ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ലൈഫിൽ ഒരു സപ്പോർട്ടും ഒരു മെന്ററൊക്കെ കിട്ടിയപ്പോ ഞങ്ങളുടെ ലൈഫ് ഭയങ്കര എഫേർട്ട്ലെസ് ആയി. ഇപ്പൊ ഞങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ കാണുമ്പോൾ പല ആൾക്കാർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അവരുടെ ലൈഫിൽ. അപ്പൊ എന്ത് ചെയ്യണം, എങ്ങനെ ആ ഒരു വരുമാനത്തിലേക്ക് എത്താൻ എങ്ങനെ നീക്കം ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ വളരെ ചുരുങ്ങിയ ഒരു സമയത്തിൽ ഇത്രയും ഗ്രോത്ത് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഒറ്റയ്ക്ക് ഭയങ്കര പാടാണ്. നമുക്ക് ആ ഒരു ജേർണിയിൽ നമുക്ക് അലൈൻ ചെയ്യുന്ന, ഞാൻ പറയില്ല എല്ലാവർക്കും അലൈൻ ചെയ്യുന്ന ഒരാൾ ആവണമെന്നില്ല, പക്ഷെ നമുക്ക് അലൈൻ ചെയ്യുന്ന ഒരാളെ കണ്ടെത്തുക എന്ന് പറയുന്നത് അത് ഓരോ ആളുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. അല്ലെങ്കിൽ എന്ത് പറ്റും, നമ്മളൊരു ട്രയൽ ആൻഡ് എറർ ആയിട്ട് 30കളും 40കളും 50കളും ഇങ്ങനെ ഈ സെയിം കാര്യം ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് ആ ഒരു ജേർണി എളുപ്പമാവാനാണ് ഈ കോച്ചിങ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സപ്പോർട്ട്, ഒരു കമ്മ്യൂണിറ്റിയുടെ ഒക്കെ ഒരു. അപ്പൊ ഞാനിപ്പോ വർക്ക് ചെയ്യുമ്പോൾ എന്റെ ക്ലാസ്സിൽ വന്ന ആൾക്കാരൊക്കെ ഒത്തിരി പ്രായമുള്ള ആൾക്കാരെ വന്നെ, അതായത് ഒരു 20 വയസ്സ് തൊട്ട് ഒരു ഓൾമോസ്റ്റ് ഒരു 68 വയസ്സ് വരെയുള്ള ആൾക്കാരൊക്കെ വന്നെ. അപ്പൊ ഈ ഒരു പ്രായത്തിൽ വന്ന ആൾക്കാർ വന്നിട്ട് പറയും, മാമിന്റെ ഞങ്ങളുടെ മക്കള് ഈ അനീറ്റയുടെ ഗ്രോത്ത് ഒക്കെ കാണുമ്പോഴാണ് അവർ ഏറ്റവും കൂടുതൽ പറയണേ, ഞങ്ങളുടെ മക്കളെ ഒന്ന് മാം പഠിപ്പിക്കാമോ എന്ന് ചോദിച്ചിട്ട് ഞാൻ സ്റ്റുഡൻറ് മെന്റർഷിപ്പ് പ്രോഗ്രാം തുടങ്ങി. അപ്പൊ എന്റെ സ്റ്റുഡൻറ് മെന്റർഷിപ്പ് പ്രോഗ്രാം
1 വർഷത്തെ പ്രോഗ്രാം ആയിട്ടാണ് പോണത്. അപ്പോൾ ഇപ്പോൾ ജൂണാണ്. പുതിയ കുട്ടികൾക്ക് ശരിക്കും അഡ്മിഷൻ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. 8 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികളെയാണ് അതിലേക്ക് നമ്മൾ കൊണ്ടുവന്നത്. കാര്യം കുഞ്ഞു പിള്ളേരായിരിക്കുമ്പോൾ ഒരു ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എനിക്ക് പറ്റൂല, ഞാൻ ഒന്നിനും കൊള്ളൂല എന്നൊരു ചിന്ത അവരുടെ ഉള്ളിൽ അടിച്ചു പോയാൽ നിങ്ങൾ ഏത് സ്ഥലത്ത് കൊണ്ടേ പഠിപ്പിച്ചാലും അവരുടെ ലൈഫിൽ മാറ്റം കൊണ്ടുവരാൻ പറ്റില്ല. അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ മക്കളെ ഒരു 10x ഗ്രോത്തിലേക്ക് കൊണ്ടുപോകണം. അവരെ മാർക്ക് മേടിക്കാനായിട്ടല്ല, ലൈഫിന്റെ എന്ത് ചലഞ്ചസ് വന്നാലും എന്ത് പ്രതിസന്ധികൾ വന്നാലും അവനവന്റെ കാലിൽ നിന്ന് അവനവന്റെ ജീവിതം ജീവിക്കാനുള്ള ലെവലിലേക്ക് ഒരു കോൺഫിഡൻസും നിശ്ചയദാർഢ്യവും മറ്റുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ളൊരു ധൈര്യവും അവനവൻ്റെ ജീവിതം ജീവിക്കാനും എന്തിനുമുള്ളൊരു ഒരു ചങ്കുറപ്പൊക്കെ ഉള്ള പിള്ളേരെ വളർത്തിയെടുക്കണമെങ്കിൽ ഉറപ്പായിട്ടും നല്ല മെൻറ്റേഴ്സ് ആവശ്യമാണ്. അപ്പം നമ്മളുടെ ഇതിൻ്റെ ഒരു സിസ്റ്റത്തിൻ്റെ ഗുണം എന്താണെന്നറിയാമോ? ഇത് ശരിക്കും ക്ലാസ്സുകൾ എടുക്കുന്നത് ഞാൻ എടുക്കുന്നുണ്ട്, അനീറ്റ എടുക്കുന്നുണ്ട്, അഗൈൻ സൈക്കോളജിസ്റ്റിൻ്റെ ഒരു ടീം ഓഫ് പാനൽ ഓഫ് ആൾക്കാരുണ്ട്. അവർ ഡോക്ടറേറ്റ് ഒക്കെ ഉള്ള സൈക്കോളജിസ്റ്റാണ് വർക്ക് ചെയ്യണത്. 10-17 വർഷം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. ചൈൽഡ് ആൻഡ് ടീനേജേഴ്സിനെ സ്പെഷ്യലൈസ് ചെയ്യുന്ന ആൾക്കാരുമാണ്. അപ്പം നിങ്ങൾക്ക് അത് ഞങ്ങളുടെ ക്ലാസ്സിന്റെ പ്രത്യേകത വെച്ചാൽ അമ്മയും അല്ലെങ്കിൽ അച്ഛനും കൊച്ചിനും കൂടിയാണ് ക്ലാസ് വെക്കുന്നത്. അല്ലാതെ കൊച്ചിന് വേണ്ടി മാത്രമല്ല, ഒരു ഗ്രൂപ്പായിട്ട് നിങ്ങൾ 2 പേരെയും കൂടി ഇരുത്തിയിട്ട് ക്ലാസ് എടുക്കണേ. കാര്യം കുഞ്ഞും അച്ഛനും അല്ലെങ്കിൽ അമ്മയും കൂടി പഠിക്കുമ്പോൾ എന്താണ് അവിടെ നടക്കണമെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്ന ലെവലിലേക്കാണ് ക്ലാസ്സുകൾ ഷെഡ്യൂൾ ചെയ്തേക്കുന്നത്. ഇന്റർനാഷണലി ഇപ്പോൾ അമേരിക്കയിലൊക്കെ ഉള്ള ഒത്തിരി ആൾക്കാർ എടുത്തിട്ടുണ്ട്. കാര്യം ഇപ്പോൾ ഒരു വാല്യൂ സിസ്റ്റം ഇല്ലാതെ പോണൊരു കാലമാണ്. പിള്ളേർക്ക് അങ്ങനെ ഒരു ജോയിന്റ് ഫാമിലി അല്ലാത്തതുകൊണ്ട് പറഞ്ഞു കൊടുക്കാനൊന്നും ആരുമില്ല. പിന്നെ അച്ഛനും അമ്മയ്ക്കും നല്ല തിരക്കാണ്. അപ്പം നിങ്ങൾ അങ്ങനെയുള്ളൊരു അവസ്ഥയിലാണ് പോകണമെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അവരെ ജഡ്ജ് ചെയ്യാതെ സപ്പോർട്ട് ചെയ്യാനും പേടിയുണ്ടെങ്കിൽ അതിൽ നിന്ന് മാറ്റി കൊണ്ടുപോകാനും ഒക്കെ ഉള്ള ലെവലിലേക്കുള്ള വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ഫ്രെയിം വർക്കിലാണ് നമ്മുടെ കരിക്കുലം ഡിസൈൻ ചെയ്തേക്കണേ. ഇപ്പൊ പറഞ്ഞോളെ ഇമോഷണൽ ഇന്റലിജൻസ് ഈ ടോപ്പർ ആയിട്ടുള്ള പിള്ളേർ എങ്ങനെ പഠിക്കുന്നു, അപ്പൊ നമ്മൾക്ക് ആ ഒരു സ്റ്റഡി പല ആൾക്കാർക്കും എങ്ങനെ പഠിക്കണം എന്നുള്ളൂ നമുക്ക് അറിയില്ല. പിന്നെ നമ്മളുടെ ഇമോഷൻസിനെ എങ്ങനെ മാനേജ് ചെയ്യണം, എങ്ങനെ നമുക്ക് പോസിറ്റീവായിട്ട് കോൺഫിഡൻസ്, പബ്ലിക് സ്പീക്കിംഗ് സ്കിൽസ്, ഇങ്ങനെ പല കാര്യങ്ങളും കവർ ചെയ്താണ് നമ്മുടെ ആനുവൽ മെമ്പർഷിപ്പ് വർക്ക് ചെയ്യണം. ഞാൻ ഒരു ക്ലാസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തായാലും നമ്മുടെ ഡെമോ ക്ലാസ് യൂട്യൂബിൽ തന്നെ, അപ്പൊ നിങ്ങൾക്ക് പോയി കാണാം എങ്ങനെ കുട്ടികൾ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പൊ കുട്ടികളെ ഗോൾ സെറ്റിംഗ് തൊട്ട് ഓരോ ദിവസവും ഒരു അക്കൗണ്ടബിലിറ്റി, എങ്ങനെ പഠിക്കുന്നു, അവർ എണീറ്റിട്ട് എന്ത് ചെയ്യുന്നു, സ്ക്രീൻ ടൈം എങ്ങനെ യൂസ് ചെയ്യണം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ മോണിറ്റർ ചെയ്യുന്ന സിസ്റ്റത്തിലാണ് പോണത്. അപ്പം നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ ഏറ്റവും മികച്ചവരായിട്ട് മാറ്റണം. ഒരു അബണ്ടന്റ് മൈൻഡ് സെറ്റിൽ നിങ്ങൾക്ക് അവരെ കൊണ്ടുപോകണം. സ്ട്രക്ചേർഡ് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ഡിസിപ്ലിൻഡ് ആയിട്ട് പോകണം എന്നുണ്ടെങ്കിൽ ലൈഫ് കോച്ച് ഷീജയുടെ പ്ലാറ്റ്ഫോമിലേക്ക് ധൈര്യമായിട്ട് വിടുക. ഉറപ്പായിട്ടും ഇതുവരെ എടുത്ത കുട്ടികൾ ആരും തിരിച്ചു പോയിട്ടില്ല. എല്ലാവരും ഞങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ തന്നെ വീണ്ടും പഠിക്കുന്നുണ്ട്. ഇത് വളരെ കുറച്ച് ഒരു ലിമിറ്റഡ് സീറ്റ്സേ ഉള്ളൂ. ഒത്തിരി ആൾക്കാരെ നമ്മൾ ഈ ക്ലാസ്സുകൾ എടുക്കാറില്ല. അപ്പോൾ വേണ്ട ആൾക്കാർ ഇതിൽ കാണുന്ന നമ്പറിലൊന്ന് വിളിച്ചോളൂ. അപ്പോൾ ഇന്നത്തെ ഒരു അസൈൻമെൻറ്റ് അല്ലെങ്കിൽ ഇന്നത്തെ നമ്മളുടെ ആ ഒരു മണി ചലഞ്ചിലേക്ക് നമ്മൾ മൂവ് ഔട്ട് ചെയ്യുമ്പോൾ നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ഇപ്പം നിങ്ങൾ പല ആൾക്കാരും കമൻറ്റുകളിലൊക്കെ പറഞ്ഞു ഒത്തിരി വ്യത്യാസം വന്നു. അപ്പോൾ ഈ ഒരു വ്യത്യാസത്തെക്കാളും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. നമ്മളുടെ വിചാരങ്ങളാണ് വാക്കുകളാവുന്നത്, വാക്കുകളാണ് പ്രവൃത്തികളാവുന്നത്, പ്രവൃത്തികളാണ് പെരുമാറ്റമാവുന്നത്, പെരുമാറ്റമാണ് സ്വഭാവമാവുന്നത്, ആ സ്വഭാവമാണ് ആവർത്തിച്ച് 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 ചെയ്യുമ്പോൾ അത് നമ്മളുടെ ഒരു ഡെസ്റ്റിനി ആയിട്ട് മാറണത്. അപ്പം നമ്മൾക്ക് എപ്പോഴും മനസ്സിലാവണം, ഈ ഒരു അസൈൻമെൻറ്റിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പം നമ്മൾ കുറേ ദിവസം ചിന്തയുടെ തലത്തിലാണ് നമ്മൾ വർക്ക് ചെയ്ത് പല അസൈൻമെൻ്റ് ഒക്കെ ചെയ്ത് നമ്മളുടെ അബോധത്തെ മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോക്കിയത്. കാര്യം പല ആൾക്കാരും ബോധ്യത്തിൽ കാശിനെ പറ്റി റെസ്പെക്ട് ചെയ്യുന്നു, ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്യുന്നു. പല ആൾക്കാർക്കും എന്തായാലും കാശുണ്ടാക്കാൻ പറ്റാറില്ല. കാര്യം എന്താ, അവരുടെ അബോധത്തിൽ ആ ഒരു മാറ്റം വന്നിട്ടില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ലൈവായിട്ട് എൻ്റെ ക്ലാസ്സിൽ വരുന്നു, എൻ്റെ കൂടി ഇരിക്കുന്നു. കാര്യം നിങ്ങൾ എൻ്റെ കൂടി ഇരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ചേഞ്ചസ് വരാൻ തുടങ്ങും. ഞാൻ എന്താ ചെയ്യണത്, എന്ത് കാണുന്നു എന്ന് നിങ്ങൾ ലൈവായിട്ട് എവറി ഡേ 365 ദിവസം നിങ്ങൾ എൻ്റെ ഗ്രൂപ്പിലായിരിക്കണമെങ്കിൽ എൻ്റെ ഓരോ ദിവസവും നടക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ പഠിക്കാൻ തുടങ്ങുന്നു. അതുപോലെ 30 കൺട്രിയിലുള്ള ആളുകളുടെ കാര്യങ്ങൾ പഠിക്കാൻ തുടങ്ങുന്നു. വലിയൊരു ഫാമിലിയുടെ ഒരു അകത്ത് നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും തോന്നൂല നിങ്ങൾ ഒറ്റയ്ക്കാണ്. നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി വന്നാലും സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ളൊരു മെക്കാനിസം ഇവിടെ ഫുള്ളായിട്ടൊരു എക്കോസിസ്റ്റം തന്നെ രൂപപ്പെടുത്തിയിട്ടാണ് ഈ 4 വർഷമായിട്ട് ഞാൻ ഈ പ്ലാറ്റ്ഫോം കൊണ്ടുപോകുന്നത്. അപ്പം നിങ്ങൾക്ക് സന്തോഷം വന്നാലും പറയാം, ദുഃഖം വന്നാലും പറയാം, ഇതൊന്നും ലോകത്ത് ഒരിടത്തും ഒരു സ്ഥലവും ഇല്ല. അത്രയും സേഫ് ആയിട്ടുള്ള സ്പേസാണ് ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്തേക്കണത്. അപ്പം നിങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കുക, എന്ത് കാര്യങ്ങളും നടക്കണമെങ്കിൽ നമ്മൾ പറയുന്ന വാക്കുകൾക്ക് ഒത്തിരി പവറുണ്ട്, വൈബ്രേഷൻ ഉണ്ട്. ആ വാക്കുകളെ മാറ്റിയാൽ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ, ജീവിതം മാറുള്ളൂ.
അപ്പോൾ നമ്മളെ ചിന്തകൾ മാറിയാലേ ജീവിതം മാറുള്ളൂ. പക്ഷെ നമ്മൾ പറയുന്ന വാക്കുകൾക്ക് ഒരു എനർജി ഉണ്ട്. ആവർത്തിച്ച് പറയാണ്, എനിക്ക് പൈസ ഇല്ല, എനിക്ക് പൈസ കിട്ടൂല, ഞാൻ ഇങ്ങനെയല്ലേ നമ്മൾ ജീവിക്കുള്ളൂ. പറയുമല്ലോ, പണം കിട്ടിയാലും ഈ പണം എൻ്റെ അടുത്ത് നിന്ന് എപ്പോഴും പോവുള്ളൂ, കയ്യില് കാശൊന്നും കിട്ടില്ല. അല്ലെങ്കിൽ നമ്മളൊരു സ്ഥലത്ത് സാധനം മേടിക്കാൻ പോകുമ്പോൾ ഇതൊന്നും എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഈ ഒരു കോഴ്സ് ജോയിൻ ചെയ്യാനോ അല്ലെങ്കിൽ ഈ ഒരു പല ആൾക്കാരും നമ്മുടെ കോഴ്സ് നമ്മൾ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത് 10 മണിക്കൂർ പഠിപ്പിക്കണം 1000 രൂപയ്ക്കാണ്. 1000 രൂപീസ് പഠിപ്പിക്കണമെന്ന് അറിയാം. ഒരു ദിവസത്തെ നിങ്ങളുടെ ലേബറിന് നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. എൻ്റെ അത്രയും ഒരു കേപ്പബിലിറ്റിയോ അല്ലെങ്കിൽ ഇത്രയധികം എക്സ്പീരിയൻസ് ഉള്ള ഒരു കോച്ച് വന്ന് 1000 രൂപയ്ക്ക് ക്ലാസ് എടുക്കുമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. അപ്പോൾ 1000 രൂപീസ് നിങ്ങൾക്ക് 10 hours ആണ് ഞാനും അനീറ്റയും നിങ്ങൾക്ക് വേണ്ടി പഠിപ്പിക്കണേ. അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരണം എന്നിട്ട് ഒരു ദിവസത്തെ ക്ലാസ് കാശ് മാറ്റി വെച്ചാൽ പോലും നിങ്ങൾക്ക് എൻ്റെ പ്രോഗ്രാംസിൽ വരാം, നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാം നിങ്ങളുടെ ജീവിതം മാറുന്നത്. വന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ ഡസ് ദിസ് അലൈൻ വിത്ത് യു. ഞാൻ ഏറ്റവും കൂടുതൽ പറയുന്നതാണ്, നിങ്ങൾ വരുമ്പോൾ ആദ്യം നമ്മുടെ എൻട്രി ലെവൽ ക്ലാസ്സസിൽ വരാം. നിങ്ങൾക്ക് നമ്മളുടെ ഒരു ഐഡിയോളജി അല്ലെങ്കിൽ നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ആസ് എ കോച്ച് നിങ്ങൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യും, ആ പ്രോസസ്സിനെ ട്രസ്റ്റ് ചെയ്യണമെങ്കിൽ മാത്രം വരിക, അകത്തേക്ക് കൂടുതൽ പഠിക്കാം. പിന്നെ 1 month ആണ് നിങ്ങൾ വന്നതെങ്കിൽ ഒരു 25 ദിവസവും നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കുക ചെയ്യണം. 25 മണിക്കൂറാണ് നിൽക്കണേ ഒരു മാസം. ആ 1 month നിൽക്കുമ്പോൾ നിങ്ങൾ 2500 ചാർജ് ചെയ്യണം. അപ്പം നിങ്ങളൊരു 1000 രൂപ ഒരു ദിവസം ലേബർ എടുക്കുന്ന ഒരാളെ സംബന്ധിച്ച് 100 രൂപ ഒരു ജാറിലേക്ക് ഇട്ടാൽ നിങ്ങളെ സംബന്ധിച്ച് ഒറ്റ മാസം മതി. അത് നമ്മൾ എക്സ്പെഷ്യലി ഏർലി ബേർഡ് ഓഫർ ആയിട്ട് 2500 കൊടുക്കുന്നത് ഫോളോവേഴ്സിന് മാത്രം. അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ് എക്സ്പെഷ്യലി ആ ഒരു കോട്ട കൊണ്ടുവരണേ. കാര്യം റെഗുലർലി ഇപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നല്ല എക്സ്പെൻസീവ് ആണ് ആൾക്കാർ പഠിപ്പിക്കുമ്പോൾ. ഇപ്പൊ ഞങ്ങളാണെങ്കിലും അത്രയും ക്വാളിഫൈഡ്, അതുകൂടാതെ എക്സ്പീരിയൻസ് ഉള്ള 2 ആൾക്കാരെയാണ് നിങ്ങൾക്ക് ഒറ്റൊരു അടിക്ക് അല്ലെങ്കിൽ ഒറ്റൊരു എക്സ്പീരിയൻസിൽ കിട്ടുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ ലൈഫിൽ ഒരു മാറ്റം വേണമെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അകത്തേക്ക് വരാം. നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി. അപ്പൊ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ഇന്ന് ചെയ്യേണ്ട അസൈൻമെന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുന്ന വാക്കുകളെ വളരെ നല്ല രീതിയിലേക്ക് പോസിറ്റീവായിട്ടുള്ള വാക്കുകൾ പറയാ. അപ്പൊ അടുത്ത ഒരു 48 മണിക്കൂർ നിങ്ങൾ എങ്ങനെയാണ് സംസാരിക്കുന്നത് ഒന്ന് കുറച്ചും കൂടി കോൺഷ്യസ് ആവാൻ പോവാണ്. കാര്യം നമ്മൾ ഈ സംസാരിക്കുന്ന വാക്കുകളാണ് നമ്മളുടെ അകത്ത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ പുറത്ത് സംസാരിക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ പണത്തിനെ കുറിച്ച് ഇപ്പൊ ഞാൻ പറഞ്ഞോളൂ, നിങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന സമയം എനിക്ക് പണം ഒരിക്കലും ഇല്ല, അല്ലെങ്കിൽ എന്റെ സാലറി ഭയങ്കര കുറവാണ് എന്ന് നമ്മൾ പറയുന്നത് ഇങ്ങനെ നമ്മൾ റിപ്പീറ്റഡ്ലി സംസാരിക്കുന്നുണ്ട്. ലാക്കാണ് നിങ്ങൾ പറയുന്നത്. അപ്പൊ ആ ലാക്ക് പറയുന്തോറും നിങ്ങൾക്ക് എന്ത് ചെയ്യും, അത് നിങ്ങൾക്ക് അട്രാക്ട് ചെയ്യും. കാര്യം തദാസ്തു എന്ന് പറഞ്ഞിട്ട് അത് നിങ്ങളിലേക്ക് തരും. എന്റെ വീടിന് ഡെപ്റ്റ് അടയ്ക്കാനില്ല, അപ്പൊ ഡെപ്റ്റ് കൂടി വരും. ഞാൻ എന്ത് ചെയ്യാനായി ഡെപ്റ്റ് കൊണ്ട്? അപ്പൊ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, എപ്പോഴെങ്കിലും നിങ്ങൾ ഇങ്ങനെ ഒരു നെഗറ്റീവ് ഫ്രേസ് പറയുമ്പോൾ ഒന്ന് പോസ് ചെയ്യാം. പോസ് ചെയ്ത് എന്ത് ചെയ്യണം, ഈ ഒരു സ്റ്റേറ്റ്മെന്റിനെ റിപ്ലേസ് ചെയ്ത് കുറച്ചും കൂടി ഒരു എംപവറിംഗ് ആയിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് പറയാം. അപ്പൊ നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ സാധാരണ ഒരാൾ പറയുകയാണെങ്കിൽ ഇത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന പകരം ഐ ക്യാൻ അഫോർഡ് ദിസ് ഇൻ മെനി വേസ്, അല്ലെങ്കിൽ എങ്ങനെ എനിക്ക് ഇതിനെ അഫോർഡ് ചെയ്യാം എന്ന് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ നമ്മുടെ മൈൻഡിനോട് പറയാം, ഇത് എനിക്ക് പറ്റിയതല്ല എന്നല്ല, എനിക്കിത് അഫോർഡ് ചെയ്യാൻ പറ്റും, പക്ഷെ എന്തൊക്കെ വഴികളിലൂടെ എനിക്ക് ചെയ്യാം, എന്ത് പ്ലാൻ എനിക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ നിങ്ങൾ ആലോചിച്ചാൽ എന്റെ വീടിന്റെ മുമ്പിലാണ് നിൽക്കണേ. ഈ ഒരു വീട് ഞാൻ വെക്കാന്ന് പറഞ്ഞാൽ എന്റെ വലിയൊരു സ്വപ്നമായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു, ഒരു വലിയ വീട് വെക്കണം, അത്യാവശ്യം അതൊരു 1 ഏക്കർ സ്ഥലത്ത് വെക്കണം എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ 75 സെന്റിലാണ് ഞാനിപ്പോൾ ഈ വീട് വെച്ചേക്കണേ. അപ്പൊ ഈ ആദ്യത്തെ ഒരു പ്രശ്നമായിരുന്നു 75 സെന്റ്സ് എറണാകുളത്ത് മേടിക്കാന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എ വലിയൊരു കാര്യമാണെന്ന്. എനിക്കും അത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അപ്പൊ ഞാൻ എന്തിലും എൻ്റെ ഒരു വിഷൻ ബോർഡ് ഉണ്ടാക്കി ഞാൻ അന്നിങ്ങനെ ബേസ് ചെയ്തു, എനിക്കൊരു വലിയ ഒരു കോമ്പൗണ്ടിൽ അത്യാവശ്യം വലിപ്പമുള്ളൊരു വീട് എനിക്ക് വെക്കണ്ടേ. അപ്പൊ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള അതുകൂടെ അല്ല, ഏറ്റവും ഒരു ആഗ്രഹമാണ് നല്ല മരങ്ങൾ വെച്ച് ഫ്രൂട്ട്സ് എല്ലാം ഉണ്ടാവണമെന്ന് പറഞ്ഞ്. അത് അന്നേ തൊട്ടുള്ള ഒരു വിഷനാണ് കേട്ടോ. വീട് വെക്കുന്ന സമയം തന്നെ അതിനുള്ള സ്പേസും പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ തന്നെ ഫുൾ പച്ചപ്പുള്ള ഒരു സ്ഥലം വേണമെന്ന് ഭയങ്കര. അത് എന്റെ റിട്ടയർമെന്റ് വിചാരിച്ചിട്ടാ. കാരണം വെച്ചാൽ ജയ്മോന്റെ അപ്പനും അമ്മയൊക്കെ വയസ്സായി വന്നു കഴിയുമ്പോൾ അവർക്ക് ഇവിടെ താമസിക്കാൻ പറ്റണം, അവർക്ക് ഏറ്റവും നല്ലത് കൊടുക്കണം. എൻ്റെ മക്കള് വളർന്നു വരണത് ഏറ്റവും ബെസ്റ്റ് സാഹചര്യത്തിലായിരിക്കണം. അല്ലാതെ പിള്ളേരുടെ കല്യാണം ആകുമ്പോൾ ആൾക്കാരുമായിട്ട് വലിയൊരു വീട് വയ്ക്കും. ഞാനത് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ എന്താ വിചാരിച്ചത്, എൻ്റെ കുഞ്ഞുങ്ങൾ വളരെ ചെറുതായിരിക്കുമ്പോൾ തന്നെ അവർക്ക് ഏറ്റവും ബെസ്റ്റ് എക്സ്പീരിയൻസ് കൊടുത്ത് അവർക്ക് വളരാൻ പറ്റണം. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള സ്ഥലം വേണം, അവരുടെ വീട്ടിൽ തന്നെ ഫ്രൂട്ട്സ് പറിക്കാൻ പറ്റണം. അപ്പോൾ എനിക്ക് പൈസയൊന്നും ഉണ്ടായിരുന്നില്ല, എങ്കിൽ പോലും ഞാൻ വിശ്വസിച്ചു എനിക്കത് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ റെഡിയായി. ഫെഡറൽ ബാങ്ക് തന്നെ എനിക്ക് 1 കോടി ലോൺ തന്നു. എൻ്റെ ജീവിതം എഫേർട്ട്ലെസ് ആയിട്ട് എനിക്ക് നടത്താം. SBI ആണ് എനിക്ക് തോന്നുന്നത് 1 കോടി ലോൺ തന്നത്. അപ്പോൾ 50 ലക്ഷമാണ് ഞാൻ ആദ്യം എടുത്തത് ഫെഡറൽ ബാങ്കിൽ നിന്ന്. 50 ലക്ഷം എടുത്തപ്പോൾ എനിക്ക് അത് വെച്ച് തീരണില്ല. അപ്പോൾ SBIയുടെ ഒരാളിവിടെ കയറി വരുവാണ്,
ജോയി ചേട്ടൻ ഇപ്പോഴും എൻ്റെ ഏറ്റവും നല്ല ഫ്രണ്ടും കൂടിയാണ്. അപ്പൊ ജോയി ചേട്ടൻ വന്നിട്ട് പറഞ്ഞിട്ട് ഒരു ഓവർ ഡ്രാഫ്റ്റ് തരാം 50 lakhs കൂടി, വീട് തീർക്കാൻ പറ്റില്ലേ? അപ്പൊ നേരെ ഫെഡറൽ ബാങ്കിന്റെ ലോൺ നേരെ SBIയിലേക്ക് പോയി 1 കോടി അവർ തന്നു. ഞാൻ ഇന്നും ഗ്രേറ്റ്ഫുൾ ആണ്. എനിക്ക് ഏറ്റവും ഭംഗിയായിട്ട് എൻ്റെ വീട് തീർക്കാൻ പറ്റി. അത് നല്ല തേക്കൊക്കെ വെച്ച് ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റി. അപ്പൊ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ അന്ന് ചിന്തിക്കുകയാണ്, ഞാൻ താമസിക്കുന്നത് 1200 സ്ക്വയർ ഫീറ്റിലെ വളരെ കുഞ്ഞ് 3 സെന്റ് വീട്ടിലാണ്. ആ വീട്ടിലിരിക്കണ ഞാൻ ഇത്രയും വലിയൊരു സ്വപ്നം കണ്ടപ്പോൾ, അതും 98-ലാണ് ഞാൻ ആദ്യത്തെ വീട്. അപ്പൊ 3 സെന്റും 1200 സ്ക്വയർ ഫീറ്റ് ഉള്ളൊരു വീട്ടിൽ നിന്ന് എനിക്ക് 75 സെന്റിലേക്ക് അല്ലെങ്കിൽ ഒരു 7000 സ്ക്വയർ ഫീറ്റിലേക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് എനിക്ക് വരാൻ പറ്റിയിട്ടുണ്ട്. അത് മമ്മിയുടെ ഏർലി 20s എന്റെ 30 ആവണതിന് മുമ്പ്. അപ്പൊ നിങ്ങളോട് ഞാൻ പറഞ്ഞ വെച്ചാൽ, ഇത് എന്തുകൊണ്ടാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കണമെന്ന് അറിയാമോ? എൻ്റെ ലൈഫ് ഫുൾ സെറ്റാ, വളരെ നന്നായിട്ട് പോണൊരു ജീവിതമാണ്. നിങ്ങളെല്ലാവരും ഈ ഒരു സീക്രട്ടൊക്കെ പഠിക്കാതെ നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളിലേക്ക് ഫോക്കസ് ചെയ്ത് വിഷമിച്ച് ജീവിക്കുക ചെയ്യണേ. ഇങ്ങനെ ജീവിക്കേണ്ട ഒരു കാര്യമില്ല. നിങ്ങൾക്ക് ഒന്നുമില്ലെങ്കിലും ഉള്ള കാര്യങ്ങൾ കൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ ബിൽഡ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ വാക്കുകളിൽ 100% ശ്രദ്ധിക്കുക. അപ്പൊ എൻ്റെ പറഞ്ഞു കൊടുത്തേ, എന്തൊക്കെയാ ശ്രദ്ധിക്കേണ്ടത്? ഇന്ന് ചെയ്യേണ്ടത് ഇപ്പൊ ഞാൻ പറഞ്ഞോളെ, നിങ്ങൾ അടുത്ത 48 മണിക്കൂർ കോൺഷ്യസ് ആയിട്ട് പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക. അപ്പൊ തന്നെ പോസ് ചെയ്ത് അത് റിപ്ലേസ് ചെയ്യുക. എന്നിട്ട് ഇന്ന് നിങ്ങൾ ചെയ്യാൻ പോകുന്നത് 21 എംപവറിംഗ് സ്റ്റേറ്റ്മെന്റ്സ്. ഇങ്ങനെ സാധാരണ നിങ്ങൾ പറയുന്ന കുറച്ച് കാര്യങ്ങൾ, അതിന് പകരം ഇപ്പൊ നമുക്ക് പറയാം, ദാറ്റ് ഈസ് ഐ ഡിസേർവ് ഫൈനാൻഷ്യൽ വെൽബീങ്, അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഫ്രീഡം ഇൻ മൈ ലൈഫ്, മണി ഫ്ലോസ് എഫേർട്ട്ലെസ്ലി ഇൻ ടു മൈ ലൈഫ്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുമ്പോൾ, കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിന് ആ വാക്ക് ഒരു എംപവറിങ്ങും എനിക്ക് ഭയങ്കര ഒരു പോസിറ്റിവിറ്റി ഫീൽ ചെയ്യുന്ന ഒരു 21 സ്റ്റേറ്റ്മെന്റ്സ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് അടുത്ത 48 മണിക്കൂർ കോൺഷ്യസ് ആയിട്ട് നിങ്ങളുടെ ചിന്തകളും വാക്കുകളും ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എങ്ങനെ പണത്തിനെ കാണുന്നു, അല്ലെങ്കിൽ പണം എന്ന് പറഞ്ഞ് നമ്മൾ ഇപ്പോഴും വൈബ്രേറ്റ് ചെയ്യുന്ന എങ്ങനത്തെ ഒരു എനർജി ആണെന്ന് തിരിച്ചറിയാൻ ഈ ഒരു എക്സസൈസ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾ പറയുവാണ്, എനിക്ക് ഇപ്പൊ ഒരു നല്ല വീട് വെക്കാൻ പറ്റില്ല, എനിക്ക് ഈ വാടക വീട്ടിൽ തന്നെ കിടക്കണം, ഇങ്ങനെയാണ് നിങ്ങൾ പറയണമെങ്കിൽ ഒന്ന് പോസ് ചെയ്യുക. എന്നിട്ട് എന്ത് പറയാ? എനിക്ക് നല്ല വീട്, ഈ ഒരു വളരെ പെട്ടെന്ന് എനിക്ക് നല്ല വീട്ടിലേക്ക് മാറാൻ പറ്റും. ഒരു 3 bedroom ഫ്ലാറ്റ് നമ്മൾ മേടിക്കും. നമ്മൾക്ക് ഏറ്റവും നല്ല രീതിയിലേക്ക് ഫർണിഷ് ചെയ്ത് നമുക്ക് അടുത്ത ഓണത്തിന് നമുക്കവിടെ പാല് കാച്ചാൻ പറ്റും. അതിനുള്ള വഴികൾ ഞാനൊന്ന് നോക്കാൻ പോവാണ്. എന്തൊക്കെ വഴികളാണ് അതിനുവേണ്ടി ചെയ്യാൻ പറ്റുന്നത്, എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ആ ഒരു രീതിയിലേക്ക് നിങ്ങൾ അതിനെ റീഫ്രേസ് ചെയ്യുക ചെയ്യണേ. അല്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞിനെ ഒരു ഇന്റർനാഷണൽ സ്ഥലത്ത് ജർമ്മനിയിലോട്ട് പഠിപ്പിക്കണം. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, ജർമ്മനിയിലൊക്കെ പോയി പഠിക്കണമെങ്കിൽ കാശ് കുറച്ച് വേണം. പക്ഷെ അതിന് പകരം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ ഒന്ന് പോസ് ചെയ്യുക. എനിക്ക് ശരിക്കും എൻ്റെ മോനെ ഒരു ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി വിട്ടിട്ട് അവനെ മാസ്റ്റേഴ്സ് ചെയ്യിക്കാൻ പറ്റും. ഏറ്റവും ബെസ്റ്റ് എനിക്ക് കൊടുക്കാൻ പറ്റും. അപ്പൊ അത് അങ്ങനെ കൊടുക്കാൻ പറ്റുമെന്ന് നിങ്ങൾ ആദ്യം നിങ്ങളുടെ മനസ്സിനോട് പറയാ. കാര്യം മനസ്സാണ് നിങ്ങളെ അതിനു വേണ്ടിയിട്ട് അംഗീകരിക്കേണ്ടത്. നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് നിങ്ങളെ അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനുള്ള ആവശ്യമുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ഫ്രീ ആയിട്ടായിരിക്കും നിങ്ങളുടെ മോന് സ്കോളർഷിപ്പ് കിട്ടണേ. 1 പൈസ ടിക്കറ്റ് മാത്രം മതിയാവും. അപ്പൊ ഇങ്ങനെയുള്ള പല പല നല്ല കാര്യങ്ങളും വരണമെങ്കിൽ നമ്മുടെ വാക്കുകളിലാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. അപ്പൊ എന്തായാലും ഇന്നപ്പോ തന്നെ ഇപ്പൊ താഴെ കമന്റിൽ എഴുതാ, ദാറ്റ് ഈസ് ഐ ഡിസേർവ് ഫൈനാൻഷ്യൽ ഫ്രീഡം ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞ് താഴെ കമന്റ് ചെയ്യുക. കാരണം ഏതൊരു വ്യക്തിക്കും ജീവിതത്തിൽ നമ്മൾ അങ്ങനെ ചിന്തിക്കണം. നമ്മൾ ഇന്നും ഇങ്ങനെ എനിക്ക് വെറുതെ ജീവിച്ചു പോയാ മതി എന്ന് ചിന്തിച്ചാൽ ദാറ്റ് ഇസ് ഓക്കെ. പക്ഷെ നിങ്ങളുടെ ലൈഫിൽ ഗ്രോത്ത് വേണം, നിങ്ങളുടെ ലൈഫിൽ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കണേ, ഞാൻ വളരെ നല്ല രീതിയിൽ ഫിനാൻഷ്യൽ ഫ്രീഡം ഒക്കെ എടുത്തിട്ടിരിക്കുന്ന ഒരാളായിരുന്നു. പക്ഷേ എന്നെ സംബന്ധിച്ച് കോവിഡ് വന്നു, എൻ്റെ ബിൽഡിംഗ് എടുത്ത ആൾ കാശ് തരാത്തൊരവസ്ഥയിൽ ലക്ഷങ്ങൾ എനിക്ക് തരാതിരിക്കാനുള്ള എല്ലാ പരിപാടിയും ചെയ്ത് കാശ് തരാത്തൊരവസ്ഥ വന്നു. ആ സമയത്തും ഞാൻ എന്നിൽ വിശ്വസിച്ചുകൊണ്ട് ഞാനാണ് ഏറ്റവും നല്ല രീതിയിലേക്ക് സ്റ്റെപ്പ് എടുത്ത് ഇന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ബിൽഡിങ്ങിനേക്കാൾ ബെറ്റർ വരുമാനം ഉണ്ടാക്കുന്ന ലെവലിലേക്ക് ഞാൻ മാറിയിട്ടില്ലേ, എൻ്റെ മക്കൾ മാറിയിട്ടില്ലേ. അപ്പൊ ഇതെല്ലാം നമ്മൾക്ക് പറ്റും. കാര്യം എന്താ? നമ്മൾക്ക് നമ്മളിൽ വിശ്വാസമുണ്ട്, നമ്മളുടെ സ്കില്ലിൽ അപ്ഗ്രേഡ് ചെയ്യാനുണ്ട്, നമ്മൾക്ക് എന്തും ചെയ്യാനായിട്ടുള്ള ഒരു ചങ്കൂറ്റുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം, നിങ്ങളെ പിള്ളേർ ഏറ്റവും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുന്നത്, പ്രതിസന്ധി വരുന്നത്, അത് ഭയങ്കര നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. എൻ്റെ ലൈഫിലായാലും ഈ വീഡിയോ കാണുന്ന ഓരോ വ്യൂവേഴ്സും നിങ്ങളുടെ ലൈഫിൽ എന്നും പ്രതിസന്ധികൾ ഉണ്ടാവും. പക്ഷെ അതിനെ എങ്ങനെ തരണം ചെയ്യണം അല്ലെങ്കിൽ ഓവർകം ചെയ്യണത്, അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ഗ്രോത്തിലേക്ക് പോകാൻ ദൈവം നൽകുന്ന ഒരു അവസരമാണ്. പലപ്പോഴും നമ്മൾ അതിനെ കുറ്റപ്പെടുത്തി നമ്മുടെ ലൈഫിൽ തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ പണ്ടുണ്ടായ ഏതെങ്കിലും ഒരു പ്രശ്നമാണ് ഇന്ന് നിങ്ങൾക്കൊരു
ബ്ലെസ്സിങ് ആയിട്ട് മാറിയിട്ടുള്ളത്. പക്ഷെ അത് കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ തിരിച്ചറിയുന്നത് ആ ഒരു എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ ഒരു ആൾ ചതിച്ചതാവാം, എന്നെ കുറെ പാഠങ്ങൾ പഠിപ്പിച്ചു, അല്ലെങ്കിൽ പിന്നെ ഒരു കുഴിയിലേക്ക് വീഴാതെ പുറത്തേക്ക് പോകാൻ എന്നെ സഹായിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ലൈഫിൽ എന്ത് പ്രതിസന്ധി വന്നാൽ ഞാൻ എന്തായാലും എന്റെ പ്രതിസന്ധികളെ പറ്റി ഒരു സീരീസ് ഞാൻ എന്തായാലും എടുക്കും. എന്റെ ഒരു എക്സ്പീരിയൻസിലുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഒരു 100 കോടിയൊക്കെ ഒരു വർഷം ടേൺ ഓവർ ഉള്ള ഒരു കമ്പനി പെട്ടെന്ന് ഞാൻ സത്യം പറഞ്ഞാൽ നിർത്തുന്ന ഒരു അവസ്ഥയിലേക്ക് പോലും ഉള്ള പ്രതിസന്ധികൾ എൻ്റെ ലൈഫിൽ വന്നിട്ടുണ്ട്. ആ പ്രതിസന്ധികളെ പോലും ഞാൻ എങ്ങനെ തരണം ചെയ്ത് ഇത്രയും ധൈര്യത്തോടെ, ഇത്രയും ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയിട്ട്, ഇത്രയും ഒരു അബണ്ടന്റ് ലൈഫ് എങ്ങനെ ഇപ്പൊ ജീവിക്കും. നിങ്ങൾക്ക് ഇത് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ഷെയർ ചെയ്യുള്ളൂ. അപ്പൊ താഴെ കമന്റില് ഐ Experience വോണ്ട് വേണമെങ്കിൽ. ഹിയർ മാംസ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ് കാര്യം പല ആൾക്കാരും എന്നോട് ചോദിക്കാറുണ്ട്, മാമിന്റെ ബിസിനസ്സിൽ എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് ഒന്നൊരു സീരിയസ് ആയിട്ട് ഇടാവോ എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി ആൾക്കാർ. അപ്പൊ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. കാര്യം ഇന്നത്തെ വീഡിയോ കുറച്ച് ലോങ് ആയി. അപ്പൊ നിങ്ങൾക്ക് ഇത് കേൾക്കാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. 21 എംപവറിംഗ് സ്റ്റേറ്റ്മെന്റ് ആണ് എഴുതാൻ. അത് നെഗറ്റീവിന് പകരം അതായത് നിങ്ങൾ പോസിറ്റീവ് ആയിട്ട് എഴുതാനാണ് ഇന്നത്തെ അസൈൻമെന്റ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ കുറെ എക്സാമ്പിൾസ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ്സ് വന്ന് എഴുതാം. അപ്പൊ കൂടുതൽ ആൾക്കാർക്കും ആ സ്റ്റേറ്റ്മെന്റ്സ് ഉപയോഗിക്കാനും മനസ്സിലാക്കാനും. പിന്നെ ഒരു കാര്യം ഞാൻ ചെയ്യാം, ഞാൻ നിങ്ങൾക്ക് ശരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾ ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു PDF ആയിട്ട് ആ ഒരു സ്റ്റേറ്റ്മെന്റ് തരാം. അതെ. അപ്പൊ താഴെ ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഗൂഗിൾ ഫോം ഇടുന്നുണ്ട്. ഈ ഗൂഗിൾ ഫോം നിങ്ങൾ ഫില്ല് ചെയ്തിട്ട് നിങ്ങൾ സബ്സ്ക്രൈബർ ആണ് എങ്കിൽ, എക്സ്പെഷ്യലി ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്ക്രീൻഷോട്ട് ഇട്ടാൽ മതി, അതിൽ അറ്റാച്ച് ചെയ്താൽ മതി. നിങ്ങൾക്ക് അടുത്ത ഈ ഒരു വീഡിയോ ഇപ്പോൾ എയർ ചെയ്യണ എന്നാണോ അന്ന് തൊട്ട് നമ്മൾ ഒരു 7 ദിവസത്തേക്കായിരിക്കും ഈ ഒരു PDF നിങ്ങൾക്ക് ഡൗൺലോഡബിൾ ആയിട്ട് അവൈലബിൾ ആയിരിക്കും. സോ യു ക്യാൻ ഡൗൺലോഡ് ദ സെയിം കേട്ടോ. 7 days നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനിലേക്ക് ബേസ് ചെയ്തേക്കാം. അപ്പൊ എന്തായാലും നിങ്ങൾ ഈ ഒരു ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.